അങ്ങനെ നമ്മൾ ടോള് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. കൈ എടുത്തിട്ടോ. ഇപ്പം ഇതിൻ്റെ ഇടയിൽ കാന എന്താണ് സംഭവം അറിയില്ല. സംഭവം ഗംഭീര ബ്ലോക്കാണ്. എയർപോർട്ടിൽ പോണവരൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. ടോള് ഗംഭീര പണിയാണ്. ഗ്ലാസ് കയറ്റിട്ടോ. അങ്ങനെ മലയാളികൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്നൊരു സംഭവമാണ് ഈ ഒരു ടോൾ പിരിവ് നിർത്തുക എന്നുള്ളത്. അങ്ങനെ താൽക്കാലികമായിട്ടൊരു 4 ആഴ്ചയോളം നമ്മുടെ ടോൾ പിരിവ് നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ പാലിയേക്കര. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്ന റോഡിൻ്റെ ഷോയിജിനെ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ വാഹനങ്ങൾ സിമ്പിളായിട്ട് തന്നെ പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ എന്തായാലും ഇനി ഈ നമ്മുടെ മണ്ണുത്തി തൊട്ട് എടപ്പള്ളി വരെ റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയതിനു ശേഷമേ ഇത് തുറക്കുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരും മലയാളികൾ ആഗ്രഹിച്ച പോലെ തന്നെ വാഹനങ്ങൾ സിമ്പിളായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വഴികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഫുള്ളായിട്ട് എവിടം വരെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഹൈക്കോടതി വിധിയെ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ. കാരണം എല്ലാ വാഹനങ്ങളും ഫ്രീ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എറണാകുളത്തേക്ക് പോകാം. അപ്പോൾ വഴിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാം എല്ലാ വാഹനങ്ങളും ഫ്രീ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുവശങ്ങളിലും ടോള് ഓപ്പണാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ട് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഹൈക്കോടതിയുടെയൊക്കെ ഒരു വിധി എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്കധികം സ്വാഗതം ചെയ്യുന്നു. കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ വിധികൾ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരു വലിയ കയ്യടി ഉണ്ട് നമ്മുടെ വണ്ടികളൊക്കെ ഒരു രക്ഷയില്ലാണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിയൊക്കെ ഉണ്ട് അങ്ങനെ എറണാകുളത്തേക്ക് യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ടോൾ കൊടുക്കാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ടോള് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ സർവീസ് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലോക്കായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസുകാരൊക്കെ ഇന്ന് വണ്ടി നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പണി പെട്ടെന്ന് കഴിയട്ടെ. ഇവർക്കിത് മുന്നേ ചെയ്യാവുന്നുള്ള കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ സർവീസ് റോഡിൻ്റെ പണിയൊന്നുമല്ല കഴിക്കണേ. പണിയൊന്നുമില്ലടാ. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോകണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇവിടെ കാന കോരിയിട്ട് ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ ടോള് കൊടുക്കാണ്ടായപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കായി ഇവിടെ. വണ്ടി അനങ്ങണ പരിപാടിയില്ല. അപ്പോൾ എന്തായാലും ഇവർ മനഃപൂർവ്വം ദ്രോഹിക്കണതോ അതും പറയാൻ പറ്റില്ല കേട്ടാ. അതും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എത്ര മണിക്കൂറായിരുന്നറിയാം ഞങ്ങളൊന്ന് കിടക്കണം. ഇപ്പം ഇതിൻ്റെ ഇടയിൽ കാന എന്താണ് സംഭവം അറിയില്ല. സംഭവം ഗംഭീര ബ്ലോക്കാണ്. എയർപോർട്ടിൽ പോണവരൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. ടോള് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ട്. അവർ എന്താണ് ഈ കാണിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ 4 ആഴ്ച കൊണ്ടൊന്നും ഈ ടോൾ പിരിവ് തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കൊടകര കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതും വല്ലാത്ത ബ്ലോക്കായി പോയി. അന്നൊന്നും ഇത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എന്താണ് സംഭവം എന്നറിയില്ല. ജനങ്ങൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പരിഹാരമാർഗം അവർ തന്നെ കണ്ടെത്തേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ സമയം നോക്കി മാത്രം വരിക കേട്ടോ. ഗംഭീര ബ്ലോക്കാണ്. അടുത്ത സ്ഥലത്തും നല്ല ബ്ലോക്കാണ്. ഗംഭീര ബ്ലോക്കാണ് നമ്മുടെ കൊടകര കഴിഞ്ഞുള്ള സ്ഥലത്ത് കേട്ടോ. ഒരു രക്ഷയില്ല. അതാ വണ്ടികളുടെ നേരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു രക്ഷയില്ല. ഇവർക്ക് പെട്ടെന്ന് പൈസ പിരിക്കണം. അപ്പോൾ പണി പെട്ടെന്ന് കഴിക്കണം. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പണി കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ല ഗംഭീര ബ്ലോക്കാണ്. ടോള് നിർത്തണതിന് മുന്നേ വരെ ടോള് പിരിക്കുന്ന സമയം വരെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കാരണം പണികളും നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പണി തുടങ്ങിയ സമയത്ത് ഗംഭീര ബ്ലോക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ, മണ്ണുത്തി, പാലിയേക്കര, എറണാകുളം പോണവർ ശ്രദ്ധിക്കുക. അവരെ സമയം കണ്ടെത്തി മാത്രമല്ല വരാടാ. ഗംഭീര ബ്ലോക്കാണ്. 2 സൈഡ് നോക്കിയെടുക്കുക. ഭയങ്കര മോശമാണ്. അപ്പോൾ വല്ലാതും വെട്ടിപ്പൊളിച്ചിട്ടൊക്കെ വണ്ടികൾക്ക് പോകാനില്ല. ആക്സിഡന്റ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ഇവിടെ ടോർച്ചലൊക്കെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പണി നടക്കണോണ്ടല്ലേ ഇത്രയും ബ്ലോക്ക്? മുമ്പ് ഇത്രയും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ?
തന്നെ പണി നടക്കുന്നുണ്ട്. ടോൾ പിരിവ് നിർത്തിയല്ലോ, ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ടോൾ പിരിവ് നിർത്തി. അവിടെ ഇവിടെ ഇപ്പൊ ചാലൊക്കെ കോരി പണികൾ നടക്കുന്നുണ്ട്. അതിന്റെ കുറച്ചും കൂടെ ബ്ലോക്ക് കൂടിയിട്ടുണ്ട് ഇപ്പൊ. എയർപോർട്ട് വരണവർക്കൊക്കെ ശ്രദ്ധിക്കുക, നല്ല ബ്ലോക്കാണ്. ഒരു 2-3 മണിക്കൂർ നേരത്തെ ഇറങ്ങുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഒക്കെ മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ അത്യാവശ്യക്കാർക്ക് എന്ത് ചെയ്യാല്ലേ? വേറെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇവർക്ക് ഇത് മുന്നേ അറിയണ്ടായിരുന്നില്ലേ ഇവർക്ക് സർവീസ് റോഡ് പണിതിട്ട് ഇത് പണി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്? അതൊക്കെ ചോദിച്ചപ്പോ എന്താ പറയാ, അതൊക്കെ ഒരു പ്ലാനിങ്ങോട് കൂടെ ചെയ്യാത്ത കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊക്കെ വരുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പോ റോഡ് വെട്ടി പൊളിച്ചിട്ട് കുറെ നാളുകളായതാ. അത് കഴിഞ്ഞിട്ട് പൈസ ഇല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക, ഇല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതെന്താ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിപ്പോ ആ സൈഡ് തന്നെ റോഡൊക്കെ ഇത്രയും പൈസ കൊടുത്ത് നല്ല റോഡൊക്കെ പണിത് വെച്ചിട്ട് വീണ്ടും പൊളിക്കാന്ന് പറഞ്ഞ ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. പൊളിച്ചുണ്ടെങ്കിൽ വേഗം പണി നടത്തുക, അതുമില്ല. ജനങ്ങളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുക അല്ലെ, ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഏത് സർക്കാരാണെന്ന് നമുക്കറിയില്ല, അതൊക്കെ അവരുടെ തീരുമാനം. പക്ഷെ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ള കാര്യമാണ്. ഇനിയിപ്പോ ഇത് പണി ഇത് ചെറുതായിട്ട് പണി തുടങ്ങിയിട്ടുള്ളൂ, ഒരു വലിയ പണിയാകുമ്പോ എന്തായിരിക്കും ബ്ലോക്ക്? തീർച്ചയായിട്ടും നല്ല ബ്ലോക്ക് ആയിരിക്കും. വഴി കണ്ടെത്തി പോവാ, അതാണ് ഏറ്റവും ബെറ്റർ. അതെ അതെ അതെ, വഴി കണ്ടെത്തി പോവാ ഏറ്റവും ബെറ്റർ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിലേ, നിങ്ങൾ നമ്മുടെ കൊടകരയിൽ നിന്ന് റൈറ്റ് കെട്ടിയത് നമ്മുടെ മാള അന്നമ്മനട ആ റോഡ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് സുഖമായിട്ട് എത്താട്ടോ. വളവും തിരുവൊന്നും ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഗംഭീര റോഡാണ്. നിങ്ങൾക്ക് ആ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് അവിടേക്ക് യാത്ര ചെയ്യാം. അത് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എത്ര സമയം എന്ന് പറയും ബ്ലോക്കിൽ കിടക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ആയിട്ടുള്ളൂ. ഇനി 2 സ്ഥലം കൂടി ഉണ്ട്, അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ 3ാമത്തെ ബ്ലോക്കിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് കുറവാണ്, വണ്ടികൾ മൂവിങ് ആവുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ സർവീസ് റോഡിൻ്റെ ആ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബ്ലോക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മളിത് ഇനിയിപ്പോൾ ഒരു ബ്ലോക്കും കൂടി നമുക്ക് കിട്ടാനുള്ളൂ. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീരുമാനം എറണാകുളം എത്തുമ്പോഴേക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര എറണാകുളത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരപടിയാണ് ക്ലാസ് കയറ്റിട്ടോ. എന്തായാലും പണി നടക്കുന്നുണ്ട്, പണി വർക്ക് എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കോടതി വിധിയെ ഇവർ പരിഗണിക്കണമെന്ന് തോന്നുന്നുണ്ട്. സംഭവം ഗംഭീര പൊടിയാണ് കേട്ടോ, കാരണം നല്ല വർക്കാണ് നടക്കുന്നത്.